നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കുറ്റകൃത്യങ്ങൾക്ക് കടുത്ത ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതിൽ പ്രസിദ്ധമായ രാജ്യമാണ് സൗദി അറേബ്യ. ഇപ്പോഴിതാ ലൈംഗികാതിക്രമ കേസിൽ പുതിയ ശിക്ഷാരീതി നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് രാജ്യം. ലൈംഗികാതിക്രമ കേസിലെ പ്രതിയെ പേരെടുത്ത് പറഞ്ഞ് ശിക്ഷിക്കാനാണ് സൗദി കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ലൈംഗിക പീഡനത്തിന് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ പ്രതിക്ക് തടവും പിഴയും വിധിച്ചതിന് പിന്നാലെ പൊതുസ്ഥലത്ത് പേരെടുത്ത് പറഞ്ഞ് ശിക്ഷിക്കാനും സൗദി കോടതി ഉത്തരവിട്ടു. ലൈംഗിക പീഡന കേസുകളിലെ കുറ്റവാളികളെ കണ്ടെത്താനും അവരുടെ വ്യക്തിവിവരങ്ങൾ പരസ്യമായി വെളിപ്പെടുത്തുവാനുമുള്ള നിയമത്തിന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയതിനു ശേഷം ആദ്യമായാണ് ഒരു കേസിൽ ഈ വിധി നടപ്പിലാക്കുന്നത്. മദീനയിലെ ക്രിമിനൽ കോടതിയിലാണ് യാസർ മുസ്ലിം അൽ അറബിക്ക് 8 മാസം തടവും 5000 റിയാൽ പിഴയും വിധിച്ചത്. 2021 ജനുവരിയിലാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് പീഡനവിരുദ്ധ നിയമത്തിലെ ആർട്ടിക്കിൾ 6 ഈ പുതിയ ഭേദഗതി ചേർത്തത്. ലൈംഗിക പീഡന കേസിൽ ശിക്ഷിക്കപ്പെട്ട വ്യക്തിയുടെ ചെലവിൽ തന്നെ വിധിയുടെയും കേസിന്റെ വിശദാംശങ്ങൾ തീവ്രതയ്ക്കനുസരിച്ച് ഒന്നോ അതിലധികമോ പ്രാദേശിക പത്രങ്ങളിലോ മറ്റു മാധ്യമങ്ങളിലോ പ്രസിദ്ധീകരിക്കണമെന്നാണ് ഭേദഗതിയിലുള്ളത്. തെറ്റായ പീഡന പരാതികൾ നൽകുന്നവർക്കെതിരെയുള്ള വകുപ്പുകളും ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വധശിക്ഷ കർക്കശമായി നടപ്പിലാക്കുന്ന സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിൽ കുറ്റകൃത്യങ്ങളുടെ തോത് കുറവാണ് എന്നതാണ് നമ്മുടെ നാട്ടിൽ അതിനെ പിന്തുണയ്ക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നത്. ബലാത്സംഗം ചെയ്താൽ പിടിക്കപ്പെട്ട ദിവസങ്ങൾക്കകം വധശിക്ഷ കിട്ടുമെന്ന ഭയമുണ്ടെങ്കിൽ പിന്നെ അതിന് മുതിർന്നവരുടെ എണ്ണം പയ്യെ കുറഞ്ഞു വരുമെന്ന് പലരും ധരിക്കുന്നുണ്ട്. എന്നാൽ ബലാത്സംഗം പോലുള്ള കുറ്റങ്ങൾക്ക് വധശിക്ഷ കൊണ്ടുവരുന്നത് അബദ്ധമാകുമെന്ന് കരുതുന്നവരുമുണ്ട്. കാരണം ബലാത്സംഗ ശേഷം സ്ത്രീയെ വെറുതെ വിട്ടാൽ അത് വിചാരണ ശക്തമാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും പ്രതിക്ക് വധശിക്ഷ ലഭിക്കുമെന്ന അവസ്ഥ വരും. അത് പ്രതികൾ ബലാത്സംഗത്തിന് ശേഷം അതിനിരയാകുന്ന സ്ത്രീകളെ കൊന്നുകളയുമെന്ന അവസ്ഥയുണ്ടാകുമെന്ന് അവർ വാദിക്കുന്നുണ്ട്. വിവിധ ലോകരാഷ്ട്രങ്ങൾ ബലാത്സംഗം എന്ന കുറ്റകൃത്യത്തെ ഗൗരവമായാണ് കാണുന്നതെന്ന് അവരുടെ ശിക്ഷാരീതികളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ഇന്ത്യയിൽ ബലാത്സംഗവുമായി ബന്ധപ്പെട്ടുണ്ടായ ഏറ്റവും പുതിയ നിയമനിർമ്മാണമാണ് ആന്റി റേപ്പ് ബിൽ. അത് പ്രകാരം കുറ്റക്കാർ എന്ന് കണ്ടെത്തുന്നവർ ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിക്കപ്പെടാൻ അർഹരാണ്. അപൂർവങ്ങളിൽ അപൂർവമെന്ന് കോടതിക്ക് തോന്നുന്ന ചില കേസുകളിലെങ്കിലും വധശിക്ഷയ്ക്കും വിധേയരാക്കും. ബലാത്സംഗം എന്ന വാക്കിന്റെ പരിധിക്കുള്ളിലേക്ക് ഈ നിയമനിർമ്മാണത്തിലൂടെ മറ്റു ലൈംഗിക കുറ്റകൃത്യങ്ങളും ചേർക്കപ്പെട്ടു. പ്രായപൂർത്തിയാകാത്തവർക്കെതിരെ നടക്കുന്ന ലൈംഗികാതിക്രമങ്ങൾക്ക് പോക്സോ അഥവാ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് എന്ന പ്രത്യേക വകുപ്പ് നിയമങ്ങളുമുണ്ട് ഇന്ത്യയിൽ. ഫ്രാൻസ് വളരെ ഗൗരവമുള്ളൊരു കുറ്റമായി ബലാത്സംഗത്തെ കാണുന്ന രാജ്യമാണ്. അവിടെ കുറ്റം തെളിയിക്കപ്പെട്ടാൽ 15 മുതൽ 30 വർഷം വരെ കഠിന തടവിന് ശിക്ഷിക്കപ്പെടാം. എത്രമാത്രം ക്രൂരമായിട്ടാണ് ബലാത്സംഗത്തിനിടെ പ്രതി പ്രവർത്തിച്ചത് എന്നതിനെ ആശ്രയിച്ചിരിക്കും ശിക്ഷയുടെ കാഠിന്യം. ചൈനയിൽ ബലാത്സംഗങ്ങൾക്കുള്ള ശിക്ഷ മരണമാണ്. അത് ബലാത്സംഗത്തോടുള്ള ചൈനീസ് ഗവൺമെന്റിന്റെ കർക്കശമായ നിലപാടായി കണക്കാക്കപ്പെടുന്നവരുമുണ്ട്. ചില കേസുകളിൽ പ്രതികളെ വധിക്കുന്നതിന് മുൻപ് അവരുടെ ലൈംഗികാവയവങ്ങൾ ഛേദിച്ചു കളയുക എന്ന രീതിയും നിലവിലുണ്ട്. എന്നാൽ പലപ്പോഴും ഈ നിയമം ദുർവിനിയോഗം ചെയ്യപ്പെടുന്നു എന്ന പരാതിയുമുണ്ട്. ഗവൺമെന്റിന് അപ്രിയമുള്ള പല നിരപരാധികളെയും വിചാരണ എന്ന പ്രഹസനത്തിന് ശേഷം വളരെ തിരുക്കപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധേയമാക്കിയ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സൗദി അറേബ്യയാണ് ബലാത്സംഗത്തോട് ഏറ്റവും കടുത്ത നിലപാടെടുക്കുന്ന ലോകരാഷ്ട്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നത്. ചെറുതായി ഒന്ന് മയക്കിയ ശേഷം പരസ്യമായി തലവെട്ടുകയാണ് പതിവ്. കുറ്റകൃത്യം നടന്ന പ്രതി പോലീസ് പിടിയിലായി കഴിഞ്ഞാൽ ദിവസങ്ങൾക്കകം ശിരച്ഛേദം നടക്കും എന്നതിനാൽ തത്സമയ നീതിയുടെ പ്രതിച്ഛായയാണ് ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. മയക്കുമരുന്ന് കടത്തിനും ഏറെക്കുറെ ഇതേ ശിക്ഷ തന്നെയാണ് ഉള്ളത്. അഫ്ഗാനിസ്ഥാൻ, UAE, ഉത്തര കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിലും ബലാത്സംഗത്തിനെതിരെ കടുത്ത ശിക്ഷാ നടപടികളാണ് നിലവിലുള്ളത്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.